ജീവിക്കണ്ട എന്ന് പറഞ്ഞ നിന്റെ പിതാവ് ഒരു മുഴുവൻ മദ്യപാനിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. അന്ന് തൊട്ടി അനുഭവ മോളെ, നീ ചാവരുത് കേട്ടോ. ഈ കുഞ്ഞുങ്ങൾ രണ്ടും യേശുവിന് വേണ്ടി നിൽക്കും. നിന്റെ വീട്ടിലെ സമാധാനമില്ല. ഇപ്പൊ നീ വന്ന് നിൽക്കുന്നത് നിന്റെ അമ്മ വീട്ടിലാ. നിന്റെ അപ്പന്റെ വീട്ടിൽ നിന്ന് പോന്നു, അമ്മ വീട്ടിൽ വന്ന് നിൽക്കുക. സത്യം. എന്നോട് ദൈവം പറയുക, നിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ അത്ഭുതം നടക്കാൻ പോവാ. കൈയടിച്ചു വിളിക്കാവുന്ന ആളുകൾ വിളിച്ച് യേശുവിന്റെ മഹത്വം ഇറങ്ങി വരാൻ തുടങ്ങുക. നിന്റെ പിതാവ് ഒരു മുഴുവൻ മദ്യപാനിയാണ്. നിന്റെ അമ്മ പലപ്പോഴും ജീവിക്കണ്ട എന്ന് പറഞ്ഞ നിങ്ങൾ ഉള്ളോണ്ടാ നിന്റെ അമ്മ ജീവിച്ചിരുന്നേ. എന്നോട് ദൈവം പറയുക, നിന്റെ അമ്മയും നിന്നെ ഒക്കെ വെറും കൈയോടെ തിരിച്ചുവിടാൻ നിങ്ങൾക്കെതിരെ കെട്ടിയൊരാധിപത്യമുണ്ട്. അത് 4-ാം വേദത്തോട് ബന്ധപ്പെട്ട ആധിപത്യമാ. ഇന്ന് രാവിലത്തെ ആരാധനയിൽ അത് പൊട്ടിപ്പോകാൻ പോയാ. കൈയടിച്ചൊന്ന് ദൈവത്തിന് സ്വത്രം പറയാൻ പറ്റുന്നവർ യേശുവേ എന്നൊന്ന് വിളിച്ച്. ഇത് കാണുമ്പോ എന്റെ ചങ്ക് പടഞ്ഞു പോവാ. ഈ 14 വയസ്സുള്ള ഈ കുഞ്ഞ് കരയുമ്പോ എന്റെ ചങ്ക് പടയുക. കർത്താവ് എന്നോട് പറയുന്നത്, ഇവന്റെ പിതാവിനെ ദൈവം മാറ്റാൻ പോവാ. ഇവന്റെ വീട്ടിലേക്ക് ദൈവം ഇറങ്ങി വരാൻ പോവാ. എല്ലാരും യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് യേശുവേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ചു ദൈവത്തിന്. നിന്റെ പേരെന്തോ കുഞ്ഞേ? ഷെറിൻ. നീയേ ഒരു സുവിശേഷനാവും. യേശുവിനെ ഉയർത്തുന്നയാളായിട്ടും. മക്കളെ, ഈ സ്ഥിതിയൊക്കെ മാറും. ഒരിക്കൽ കൂടെ നിന്റെ അപ്പൻ്റെ പിണങ്ങി വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നേരമായില്ലേ? എത്ര പ്രാവശ്യം മൊത്തം വന്നിട്ടുണ്ട്? ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലയോ? ജീവിതത്തിന്റെ ഒരു ബാല്യപ്രായം തൊട്ട് മൊത്തം സങ്കടമായിരുന്നു. എന്നോട് ദൈവം പറയുക, ഈ വരവ് ഒരത്ഭുതമാകാൻ പോവാ. വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ ആധരം ഒന്ന് തുറന്ന് ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് രാവിലെ ഇതിനകത്ത് ഇറങ്ങി വന്നൊരു ദൈവത്തിന്റെ കരമുണ്ട്. ഇതിനകത്ത് ചലിക്കുന്നൊരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. മോനെ, നിങ്ങളുടെ അപ്പനെ കുടിച്ചാ പിന്നെ വേറൊരാളാ അല്ലേ? നിന്റെ ഈ അമ്മയുടെ വീട്ടിൽ വന്നേ നിന്റെ അമ്മയുടെ പപ്പായ അടിച്ചിട്ടുണ്ട. ഇതൊക്കെയാ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നേ. ഞാൻ ഒരു കാര്യം കൂടെ കാണുക. 4-ാം വേദത്തോട് ബന്ധപ്പെട്ട് ഒരു കെട്ട് ഈ വീട്ടിലുണ്ട്. അതെന്തിനാ കെട്ടിയെന്ന് ചോദിച്ചാൽ, ഇവന്റെ അപ്പൻ ഇവന്റെ അമ്മയും കൊല്ലണം, ഈ പിള്ളാരെയും കൊല്ലണം, അങ്ങനെ ജയിലിൽ പോയി കിടക്കണം. ഈ സ്വത്ത് മൊത്തം തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള പിശാചിന്റെ ഒരു പണിയാ. ഇതുപോലത്തെ മീറ്റിംഗിൽ ആദ്യമായിട്ടിരിക്കുക ഇവൻ. ഈ പെന്തിക്കോസിലെ മീറ്റിംഗ് ആദ്യം കാണുക. അവൻ കണ്ടിട്ടില്ല ഇങ്ങനൊക്കെ പറയുന്നേ. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ശരിക്കും കണ്ണൂർ നമ്മുടെ മുഖത്ത് നോക്കാതെ എന്നെ ചങ്ക് കത്തി നിൽക്കുന്നുണ്ടാ. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ ഒരു പ്രവചനം നടത്തുക. യേശു എന്നോട് പറയുക, ഇവരുടെ അപ്പനെ ലോഹിമി വരും കേട്ടോ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ഉണ്ടാകാൻ പോകുകയാ. ഈ 2 കുഞ്ഞുങ്ങളും യേശുവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുമെന്ന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനോട് പറയുക. ഇവരുടെ വല്യമ്മയുണ്ട്, വല്യമ്മ. അത് കാണാൻ കാത്തിരിക്കുകയായി. മോളെ, നീ ചാവരുത് കേട്ടോ. നിന്റെ ഭർത്താവ് തിരിച്ചു വരും. ഇനിയും നിന്റെ വീട്ടിൽ വന്ന് ബഹളമൊന്നും ഉണ്ടാക്കില്ല. യേശു അറസ്റ്റ് ചെയ്യാൻ പോവാ. ഇപ്പോ ദൈവത്തിന്റെ ഒരു കരം ചലിക്കാൻ പോവാ. എല്ലാരും കൂടെ വിളിക്കാൻ പറ്റുന്ന. നീ പല സമയത്തും ആ വീട്ടിൽ പ്രാണഭയത്തോടാ കഴിഞ്ഞിട്ടുള്ളേ. എന്നോട് കർത്താവ് പറയുക, ഇന്ന് രാവിലെ കാര്യങ്ങൾ ആ വീട്ടിൽ മാറാൻ പോവാ. യേശു ഇവർക്ക് വേണ്ടി ചലിക്കാൻ പോവുക. ഇതിന്റെ പിൻപിൽ ചലിക്കുന്ന ഒരു പൈശാചിക കരമുണ്ട്. ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ആ കെട്ടുകളൊക്കെ പൊട്ടിപ്പോകാൻ പോവാ.
എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 15 വർഷമായി. അന്ന് തൊട്ട് ഈ അനുഭവ എന്നോട് ദൈവം പറയുക, ഈ 15ാമത്തെ വർഷം കാര്യങ്ങൾ തിരിയും. ഈ കുഞ്ഞുങ്ങൾ രണ്ടും യേശുവിന് വേണ്ടി നിൽക്കും. കർത്താവ് ഇവർക്ക് വേണ്ടി വഴികൾ തുറക്കും. ഈ അമ്മ അത് കണ്ണുകൊണ്ട് കാണും. കൈ അടിച്ചു വിളിക്കാവുന്ന ആരാധനം തുറന്ന് നാവൊന്ന് ചലിപ്പിച്ചു വിളിച്ച് യേശുവേ എന്ന് വിളിക്കാവുന്നവര് കാറ്റ് അങ്ങനെയാകുന്നു. അത് ഇഷ്ടമുള്ളിടത്തെ കൂതുന്നു. ഒരു വാക്കൂടെ ഞാൻ പറയുക, നിങ്ങളുടെ ഭർത്താവ് സ്വയമല്ല ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അകത്ത് മദ്യത്തിൽ കൈവശം കൊടുത്തിട്ടുണ്ട്. ഒരാരാധനയിൽ അത് പൊട്ടിപ്പോകും. ആളിവിടെ വരും, യേശുവിനെ ഉയർത്തും. നിങ്ങൾക്ക് സ്വന്തമായി വീട് ദൈവം തരും. നിങ്ങളുടെ സ്ഥിതിഗതികളൊക്കെ മാറും. ഈ കുഞ്ഞുങ്ങളെ രണ്ടിനെയും ദൈവം ആദരിക്കും. മണ്ടനെ മാണിക്യമാക്കുന്ന പോലെ ദൈവത്തിന്റെ പ്രവർത്തികൾ ഉണ്ടാകും. ഇവനെ എഞ്ചിനീയർ ആവും, മിടുക്കനാകും, ഒരു രാജ്യം വരെ പോകും. കർത്താവ് ഒരു അസാധാരണ ജ്ഞാനം അവന് കൊടുക്കും. ഇവൻ ഒരു അത്ഭുതമായിട്ട് മാറുന്ന വെളിപ്പാട് കർത്താവിനോട് പറയാം. മക്കളെ, അടുത്ത 2 വർഷം നിങ്ങളുടെ വീട്ടിൽ നിർണായകമാ. ഈ 2 വർഷത്തിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ. യേശു വന്നിട്ടുണ്ട്.